ഇന്നത്തെ റെസിപ്പി നല്ല ചിക്കൻ മന്തിയാണ് കേട്ടോ. അതും വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ചിക്കൻ മന്തി റെസിപ്പിയാണ്. ഈ റെസിപ്പി എൻ്റെതല്ല, എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ, അതായത് ഹസീൻ അളയമാൻ്റെ റെസിപ്പിയാണ്. അത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മന്തിയാണ് ഇപ്പം നമ്മുടെ കുടുംബത്തിൽ. കാരണം എല്ലാവരും മന്തി ഉണ്ടാക്കണം എന്ന് പറയുമ്പം ഇവരെയാണ് കൂടുതൽ ഏൽപ്പിക്കുക. കാരണം അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ അരിക്കുള്ള റെസിപ്പിയാണ് ഇവിടെ കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ 6 പാക്കറ്റ് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് വേണം, ചിക്കൻ ക്യൂബ്. അതുകൂടാതെ നമ്മൾ 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇത് കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഏത് പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുക. അപ്പം 1 കിലോ വെക്കുന്നതാണെങ്കിൽ നമ്മൾ നേരെ ഹാഫ് ആക്കിയിട്ട് അപ്പം പിന്നെ ഇതിലേക്ക് ഇടുന്നതിൽ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കറി ജീരകം, അതായത് വലിയ ജീരകം അത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ആദ്യം നമ്മൾ ചേർത്തത് ഗരം മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ കുറച്ച് യെല്ലോ കളർ, റെഡ് കളറല്ല യെല്ലോ കളറാണ് നമ്മൾ ചേർക്കുന്നുള്ളത്. 1/4 ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ നമ്മൾ 2 കിലോക്ക് എടുക്കുന്നത് 3 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അളവ് കറക്റ്റാണെങ്കിൽ എന്തായാലും നമുക്കിത് ഫ്ലോപ്പ് ആവില്ല. അത്രക്കും ടേസ്റ്റാണ്, അത്രക്കും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്യുക. നിങ്ങളും ഇതേപോലെ തന്നെ ഇതിൻ്റെ ബിഗ് ഫാനായിട്ട് മാറും. ഇനി അതിനെ നന്നായിട്ട് കൈകൊണ്ട് നല്ല പോലെ തന്നെ ഞരണ്ടി കൊടുക്കുക, ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ചിക്കന് കഴുകിയിട്ട് വെള്ളം ആറാൻ വെക്കണം. വെള്ളം നന്നായിട്ട് തന്നെ പോകണം. അപ്പോൾ നമ്മൾ ചിക്കന് 2 കിലോ ചിക്കനാണ്, 2 കിലോ ആണ് ഒരു ചിക്കൻ ഉണ്ടായത്. അപ്പോൾ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ 4 കിലോ ആണ്. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ സൈസിൽ എത്രയാണോ നമുക്ക് വലിയ സൈസ് വേണ്ടത് അത്രക്കുള്ള സൈസാക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു ചിക്കൻ തന്നെ ഒരു 8-9 പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കൈകൊണ്ട് ഫുള്ള് ഞരണ്ടി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഞരണ്ടിയിട്ട് മസാല എല്ലായിടത്തും പിടിക്കുന്ന പോലെ ഞരണ്ടി കൊടുക്കുക. ശേഷം ഇതിനെ നമ്മൾ കുറഞ്ഞത് 2 അവേഴ്സ് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. 2 അവേഴ്സ് കവർ ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ്സ്. ചിക്കന് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ചിക്കന് മാത്രം എടുത്തിട്ടൊന്ന് മാറ്റി കൊടുക്കുക. ഓയിൽ അതിൽ തന്നെ ഉണ്ടാവും. ചിക്കൻ മാത്രം ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിലൊന്നും വേണ്ട, ജസ്റ്റ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത്. ഇനി നമ്മൾ ചോറ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നോർമലി വെള്ളത്തിൽ നമ്മൾ 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം 1 പട്ട, 1 ഗ്രാമ്പ്, 1 ഏലക്ക ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 90% ആയപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ മാറ്റിയിട്ട് ഓയിലിൻ്റെ താഴെ കുറച്ച് മസാലകൾ ഉണ്ടാവും. അതിന് നമ്മൾ മസാലന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചോറ്, നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. 1 ലെയർ മാത്രം മതി, 2 ലെയറിൻ്റെ ആവശ്യമില്ല. ഇനി ഈ ചോറ് ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഓയിലും മസാലയും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഒരു ഹാഫ് ആമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മേലെ വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മുടെ നേരത്തെ ഓയിലിൻ്റെ ഉള്ളിലുണ്ടായ മസാല ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇതിൻ്റെ മേലെ കൊത്തി കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ ടേസ്റ്റാണ്, അത്രക്കും രുചിയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ദമ്മിൽ വേവിച്ചെടുക്കുക. ഒരു 1 അവർ ഇതേപോലെ നമ്മൾ കവർ ചെയ്തിട്ട് മന്തിനെ ദമ്മിടുക.
ആഫ്റ്റർ 1 അവർ മാത്രം നമ്മളിതിനെ തുറന്ന് നോക്കുക. ഈ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മണവും രുചിയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ ഇതിൻ്റെ ഫാനായിട്ട് മാറുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള മതി ഇന്ന് വരെ കഴിച്ചിട്ടുണ്ടാവില്ല, ഇത്രയ്ക്കും രുചിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമ്മൾ വിളമ്പാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക. അത്രക്കും ടേസ്റ്റാണ്, അത്രക്കും രുചിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 Fahid.